നമസ്കാരം. ഭാരതത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിട്ടുമാറാത്ത അസുഖങ്ങൾ ഇത് പലപ്പോഴും നമ്മളെ വളരെയധികം അസ്വസ്ഥരാക്കാറുണ്ട്. ഈ സമയത്തിൽ ചിലരെങ്കിലും പറയാറില്ലേ, ഇതെൻ്റെ കർമ്മഫലമാണെന്ന്. എന്താണ് കർമ്മഫലം? വിട്ടുമാറാത്ത രോഗങ്ങളും ഈ കർമ്മഫലവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഗുരു യോഗി ശിവനാണ്. നമസ്തേ ഗുരുജി. നമസ്തേ. നമ്മുടെ ഇന്നത്തെ കാലത്ത് ഒരുപാട് മാറാരോഗങ്ങൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു സംഭവമാണ് എൻ്റെ കർമ്മഫലമായിരിക്കാം ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നതെന്ന്. ശരിക്കും നമ്മുടെ ഈ കർമ്മഫലവും രോഗങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് പരസ്പര പൂരകങ്ങളാണ്. ഇല്ലെന്നും ഉണ്ടെന്നും വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. ഈ സിദ്ധ പരമ്പരയിൽ അല്ലെങ്കിൽ സിദ്ധ വൈദ്യത്തിൽ ഇതിന് കർമ്മനോയി എന്ന് പറയും. ഈ രോഗങ്ങൾ ക്യാൻസർ, ആർത്രൈറ്റിസ്, പിന്നെ സോറിയാസിസ്, വിറ്റിലിഗോ ഇതുപോലെയുള്ള മരുന്നുകൾക്ക് വഴങ്ങാത്ത രോഗങ്ങൾ പൂർവ്വജന്മാർജിതമാണെന്ന് ആയുർവേദത്തിലും സിദ്ധവൈദ്യത്തിലും പല സ്ഥലത്തും പറയുന്നുണ്ട്. എൻ്റെ യുക്തിക്ക് മുന്നിൽ ഈ ചോദ്യം വരികയാണെങ്കിൽ ഞാൻ പറയും, പൂർവ്വജന്മാർജിതമായിട്ടാണ് നമ്മുടെ സുഖവും ദുഃഖവും നിലനിൽക്കുന്നത്. സുഖം വേണമെങ്കിൽ ദുഃഖത്തെ അംഗീകരിക്കണം, ദുഃഖം വേണമെങ്കിൽ സുഖത്തെയും അംഗീകരിക്കണം. അല്ലെങ്കിൽ ദുഃഖം വേണമെന്ന് ആരും ആഗ്രഹിക്കാറില്ല. പക്ഷേ സുഖം ആഗ്രഹിക്കുമ്പോൾ ദുഃഖത്തെ കൂടെ നാം അംഗീകരിച്ചേ മതിയാവും. അതായത് നമ്മൾ വിളക്ക് വെക്കുന്നില്ലേ, വീട്ടിൽ വിളക്ക് വെക്കുമ്പോൾ ആദ്യം നാം പുറത്ത്, ഞങ്ങളെയൊക്കെ നാട്ടിൽ നെരിപ്പോടെന്നാണ് പറയുന്നത്, ചിലരതിന് തുളസിത്തറയിലെന്ന് പറയും, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ വെളിയിൽ പോയിട്ട് വിളക്ക് വെച്ചിട്ടാണ് നമ്മൾ അകത്തേക്ക് വന്ന് വിളക്ക് വെക്കുന്നത്. ആ വെളിയിൽ വെക്കുന്ന വിളക്ക് ജ്യേഷ്ഠ മൂദേവിക്കാണ് വെക്കുന്നത്. ആ വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് അകത്ത് ശ്രീദേവിക്ക് വിളക്ക് വയ്ക്കുന്നത്. ഇതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ അത് മൂദേവി ദുഃഖമാണ്, ഇത് ശ്രീദേവി സുഖമാണ്. പകലും രാത്രിയും സുഖവും ദുഃഖവും, പിന്നെ കറുപ്പും വെളുപ്പും, ആണും പെണ്ണും, ഇങ്ങനെ ദ്വൈതങ്ങളുടെ ഒരു ചേർച്ചയാണ് ജീവിതം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ദുഃഖം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ മരുന്നുകൾക്ക് വഴങ്ങാത്ത രോഗപീഠ നമുക്കുണ്ട്. അതാണല്ലോ ഇത് പൂർവ്വജന്മാർജിതമായ ദുഃഖമാണെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതിപ്പം മൂദേവിയാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ എവിടെയാണ് ശ്രീദേവി? ദുഃഖം ഇപ്പം നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സുഖം ഇതിനോടൊപ്പം എവിടെയോ ഒളിഞ്ഞിരിപ്പില്ലേ? ഉണ്ട്. അത് നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെയെങ്കിൽ പൂർവ്വജന്മാർജിതമായ ദുഃഖമാണ് ഈ രോഗമെങ്കിൽ നിങ്ങളുടെ തന്നെ പൂർവ്വജന്മാർജിതമായ ഒരു സുഖം നിങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്കുറപ്പിച്ച് പറയാം. കാരണം അതാണ് എൻ്റെ അനുഭവം. സുഖമില്ലാതെ ഒരു ദുഃഖമില്ല, ദുഃഖമില്ലാതെ ഒരു സുഖവുമില്ല. അപ്പോൾ ഏതൊക്കെയോ ജന്മങ്ങളുടെ, അത് എണ്ണിയാൽ ഒടുങ്ങാത്ത ജന്മങ്ങളുണ്ട്. അഖണ്ഡമായി നിൽക്കുന്ന ഊർജത്തിൽ നിന്ന് ചെറിയ കണികകളായി രൂപം പ്രാപിച്ച് ആ കണികകളുടെ ഏകീകരണത്തിലൂടെയാണ് നമുക്കൊരു ശരീരം സൃഷ്ടിക്കപ്പെടുന്നത്. ട്രില്യൺസ് ഓഫ് സെൽസാണ് നമ്മുടെ ശരീരം. അത് ചില സ്ഥലങ്ങളിൽ 150 ചില സ്ഥലങ്ങളിൽ 120 ചില സ്ഥലങ്ങളിൽ 60 ട്രില്യൺ എന്നൊക്കെ പല സ്ഥലത്തും പറയുന്നുണ്ട്. ബട്ട് വി ഡോണ്ട് നോ. പക്ഷേ എണ്ണിയാലൊടുങ്ങാത്ത എണ്ണം സെൽസ് നമ്മുടെ ശരീരത്തിലുണ്ട്. ഇത് പൂർവ്വജന്മാർജിതമാണെന്ന് ചോദിച്ചാൽ അല്ലേ? അതെ. അപ്പോൾ ഇതിൽ കാണുന്ന ഇന്നത്തെ ദുഃഖം ഇന്നലത്തെ സുഖമോ നാളത്തെ സുഖമോ ആണ്. ഇല്ലെങ്കിൽ നാം ഇതിനെ സുഖ ദുഃഖത്തിനപ്പുറത്തേക്ക് പോകാനുള്ള ഒരു വഴി കണ്ടെത്തണം. അതിനെയാണ് സന്യാസമെന്ന് പറയുന്നത്. സമ്യക്കായി സമഭാവനയോടുകൂടി ന്യസിക്കുന്നതാണ് സന്യാസം. ന്യാസം എന്ന വാക്കിൻ്റെ അർത്ഥം ആവർത്തിച്ച് ചിന്തിക്കുന്നത്, അർപ്പണം ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ പൂർവ്വജന്മാർജിതമാണോ ഈ രോഗം എന്ന് ചോദിച്ചാൽ അതെ. കാരണം ഇന്നലകളില്ലാതെ ഇന്നില്ലല്ലോ. ഇല്ല. ഇന്നുണ്ടെങ്കിൽ നാളെയും ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ സുഖിക്കുകയാണെങ്കിൽ നാളെ എനിക്ക് ദുഃഖം ഉറപ്പാണ്. നാളെ ദുഃഖമാണെങ്കിൽ മറ്റന്നാൾ സുഖമാണ്. ഇന്നെനിക്ക് ദുഃഖമാണെങ്കിൽ നാളെ സുഖം ആയിക്കൂടെ? അപ്പോൾ ഈ ഒരു ചിന്തയാണ് നാം മനസ്സിൽ വരുത്തേണ്ടത്. നത്തിങ് ഈസ് പെർമനൻറ്റ്. ഒന്നും സ്ഥിരമല്ല. അങ്ങനെയെങ്കിൽ എൻ്റെ ഇന്നത്തെ രോഗവും സ്ഥിരമല്ല,
എന്ന് ചിന്തിച്ചുകൂടെ? എൻ്റെ അടുത്തേക്ക് വരുന്ന ഈ കാറ്റഗറിയിൽപ്പെട്ട രോഗങ്ങളെ അല്ലെങ്കിൽ രോഗികളെ ഞാൻ ആദ്യം തയ്യാറാക്കുന്നത് ഇങ്ങനെ മനസ്സിനെ മാറ്റാനാണ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നിങ്ങൾ, ശരിയല്ലേ? അതെ. നിങ്ങൾ എന്തറിയുന്നു അതാണ് നിങ്ങൾ. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഈ വേദന ഇന്നലത്തെ സുഖത്തിൻ്റെ തുടർച്ചയാകാം, അല്ലെങ്കിൽ ഇന്നത്തെ ഈ വേദന നാളേക്കുള്ള സുഖത്തിലേക്കുള്ള തുടർച്ചയാകാം എന്ന് ചിന്തിച്ചാൽ ഈ രോഗം അപ്പോഴേ മാറിത്തുടങ്ങും. അതുകൊണ്ട് പൂർവ്വജന്മാർജിതമാണോ ഈ തരം രോഗങ്ങളെന്ന് ചോദിച്ചാൽ രോഗങ്ങൾ മാത്രമല്ല, സുഖവും പൂർവ്വജന്മാർജിതമാണ്. ഇനി ഭാവിയിലേക്കുള്ള യാത്രയുടെ തുടക്കവുമാണ് ഇന്നത്തെ ഈ ജീവിതം എന്നേ ഒരു യോഗി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയും. ഗുരുജി, അങ്ങനെയാണെങ്കിൽ എൻ്റെ പരിചയത്തിൽ ഒരാളുണ്ട്. അദ്ദേഹം വളരെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് സമൂഹത്തിന് നല്ലതൊക്കെ ചെയ്ത് ജീവിച്ച ഒരാളാണ്. പക്ഷെ അദ്ദേഹം ക്യാൻസർ വന്നാണ് മരണപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം അദ്ദേഹം ഒരുപാട് വേദന അനുഭവിച്ചാണ് മരിച്ചത്. എന്നാൽ ആർക്കും അങ്ങനെ ദ്രോഹം ചെയ്തതായിട്ട് അറിയില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കർമ്മം പുള്ളി നല്ലതൊന്നും അനുഭവിച്ചില്ലല്ലോ ജീവിതത്തിൽ. അദ്ദേഹം നാട്ടുകാർക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു, ഇല്ലേ? അതെ. അതല്ലേ ആതിര പറഞ്ഞത്? അതെ, വീട്ടുകാർക്കും അങ്ങനെ തന്നെയാണ്. യെസ്, അതായത് പുറത്തുള്ളവർക്ക്, അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും നല്ലത് വരണേ എന്ന് പ്രാർത്ഥിച്ചു, നല്ല കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ നിലനിൽപ്പിനും ശാക്തീകരണത്തിനും വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു അത് നമുക്കറിയില്ല. ഇല്ല. അവിടെയാണ് പ്രശ്നം. ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ പക്ഷേ ഷാർപ്പ് ബിസിനസ്മാൻ. അങ്ങനെയുള്ള ഒരുപാട് പേരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൽ പലരും എൻഡ് ഓഫ് ദ ലൈഫ് ക്യാൻസർ ബാധിതരായി മരിച്ചതും എൻ്റെ അനുഭവത്തിലുണ്ട്. അന്നും എനിക്ക് ഈ ചിന്തയുണ്ടായി. അപ്പോൾ ഷാർപ്പ് ബിസിനസ്മാൻ എന്ന് പറയുമ്പോൾ വ്യാപാരം മറ്റൊരാളിൻ്റെ നഷ്ടമാണ് നമ്മുടെ ലാഭമായി മാറുന്നത് ഡീപ്പ് ലെവലിൽ, അല്ലേ? അതെ. അല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഉപോൽപ്പന്നമാണ്, അല്ലെങ്കിൽ ഈ ചിന്തയുടെ ഒരു ഉപോൽപ്പന്നമാണ് കമ്മ്യൂണിസം. ലാഭം ഒരു ഭാഗത്തേക്ക് മാത്രം ഏകീകരിക്കപ്പെടരുതെന്നും അത് എല്ലാവരിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം എന്ന ആശയമാണ് കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാനം, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ മുതലാളിത്തം ഇല്ല. ഈ ലോകം മുഴുവൻ മുതലാളിത്തമല്ലേ? അതെ. നമ്മുടെ മനസ്സിലും ഒരു മുതലാളി ഇല്ലേ? യെസ്. മുതൽ എന്ന് പറഞ്ഞാൽ ആർജിത സ്വത്ത്, ആളി എന്ന് പറഞ്ഞാൽ കൈയാളുന്നവൻ എന്നാണ്, മുതലാളി എന്ന് പറഞ്ഞാൽ സ്വത്ത് കൈയാളുന്നവൻ എന്നാണ്. അപ്പോൾ അവിടെ നാം എന്ത് കഴിച്ചു, എന്ത് ചിന്തിച്ചു എന്നതല്ല വിഷയം. നാം നമ്മുടെ ജീവിത ധർമ്മത്തെ, സ്വധർമ്മത്തെ എങ്ങനെ പരിപാലിച്ചു എന്നാണ് ചോദ്യം. സ്വധർമ്മം അഭിജാപേക്ഷ്യ നവികമ്പിതുമർഹതി സ്വധർമ്മോ നിധനം ശ്രേയ പരധർമാൽ ഭയാനക. ഭഗവത്ഗീതയാണ്. അതിൻ്റെ അർത്ഥം ആഴത്തിലറിയണം. സ്വധർമ്മം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിന് ജനിച്ചു, ഞാൻ എന്ത് ചെയ്യണം, ഇതെത്ര പേർക്ക് അറിയാം? നാട്ടുകാർ പറഞ്ഞതല്ലേ നമ്മുടെ ധർമ്മമായി നമുക്കറിയൂ. അതിൽ തന്നെ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ, ഞാൻ എന്തിനാ ജനിച്ചത്, ഞാൻ എന്ത് കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്? വ്യക്തമായൊരു ഉത്തരവുണ്ടോ? ഇല്ല. ആകെ ഉള്ളത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നോക്കുമ്പോൾ അവർക്ക് ഇത്ര ജോലി കിട്ടി, ഇത്ര ശമ്പളം കിട്ടി, ഇന്ന കണക്ക് വീട് വെച്ചു, എനിക്കും വേണം, അല്ലേ? അതിനപ്പുറം സമൂഹം പറഞ്ഞു തന്ന കുറേ കാര്യങ്ങളല്ലാതെ ആതിര എന്ത് ചെയ്തു, എന്ത് ചെയ്യണം എന്ന് വ്യക്തമായ ധാരണയില്ല. അതിൻ്റെ ഒരു വക്താവാണ് ആതിര ചൂണ്ടിക്കാട്ടിയ ഈ വ്യക്തി. സമൂഹം പറഞ്ഞു നന്മ ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ ആത്മാവ് എന്ത് പറഞ്ഞെന്ന് അദ്ദേഹത്തിന് എങ്ങനെ അറിയാൻ പറ്റും? അതറിയാമെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, ഒരു രോഗപീഠയും ആ വ്യക്തിയെ ബാധിക്കില്ല. എന്നോട് തർക്കത്തിന് വേണ്ടി ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, യോഗ ചെയ്താൽ രോഗം മാറുമെങ്കിൽ വലിയ വലിയ സന്യാസിമാർക്കെല്ലാം എന്തുകൊണ്ട് രോഗപീഠയുണ്ടായി? ശരിയല്ലേ? അതെ. നാരായണ ഗുരു ക്യാൻസർ ബാധിതനായിരുന്നു. വിവേകാനന്ദ സ്വാമി ഹൈലി ഡയബറ്റിക് ആയിരുന്നു, ആസ്മാറ്റിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരു പരമഹംസർ തൊണ്ടയിൽ ക്യാൻസറായിരുന്നു. രമണ മഹർഷിക്ക് വൈറൽ ക്യാൻസറായിരുന്നു. അപ്പോൾ ഇവർക്കാർക്കും യോഗ അറിയില്ലായിരുന്നോ? അല്ലെങ്കിൽ ആത്മാവിനെക്കുറിച്ചുള്ള ബോധമില്ലാത്തവരായിരുന്നോ ഈ സന്യാസിമാർ? അല്ല. പിന്നെ എന്തുകൊണ്ട് അവർ ഈ രോഗപീഠ വേണ്ടാന്ന് വെച്ചില്ല?
ചോദ്യമല്ലേ? നമ്മുടെ യുക്തിക്ക് അതിന് എന്തെങ്കിലും ഉത്തരവുണ്ടോ? ഇല്ല. യുക്തിക്ക് ഉത്തരമില്ല. എനിക്കും യുക്തിക്ക് ഉത്തരമില്ലായിരുന്നു. പക്ഷേ യുക്തിക്കപ്പുറമുള്ള ധ്യാനിച്ച് കിട്ടുന്ന അനുഭവത്തിന്, അറിവിന് അവിടെ ഉത്തരമുണ്ട്. കാരണം നമ്മുടെ മനസ്സിലും ശരീരത്തിലുമാണ് ഈ രോഗം നിലനിൽക്കുന്നത്. എന്നാൽ മാറ്ററിന് അപ്പുറം നിൽക്കുന്ന എനർജി ഉണ്ടെന്നുള്ളത് ശാസ്ത്രവും തെളിയിച്ചതല്ലേ? ആ തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോയാൽ ഈ വേദന നമുക്ക് അനുഭവപ്പെടില്ല. ഒരു സൃഷ്ടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒരു സംഹാരവും ഉണ്ട്. ക്രിയേഷൻ ഈസ് അഡ്വാൻസിങ് ടു ഡിസ്ട്രക്ഷൻ. ഡിസ്ട്രക്ഷൻ ഈസ് ദ ബിഗിനിങ് ഓഫ് എ ക്രിയേഷൻ. ഒരു ജന്മം മരണത്തിലേക്കുള്ള തുടക്കമാണ്, ശരിയല്ലേ? മരണം അടുത്ത ഒരു ജന്മത്തിലേക്കുള്ള തുടക്കമാണ്. ഇത് മാറ്ററിൻ്റെ, ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിനപ്പുറത്തേക്ക്, മാറ്റങ്ങൾക്കപ്പുറത്തേക്കുള്ള അറിവിനെ ആണ് യഥാർത്ഥത്തിൽ അമരത്വം എന്ന് വിളിക്കുന്നത്. ആ അമരത്വം എവിടെയാണ് ഉള്ളത്? നമ്മുടെ മനസ്സിലാണ്. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് അനുഭവപ്പെടുന്ന രോഗപീഠ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലാണ്. അത് ആയുർവേദവും സിദ്ധയോഗവും വളരെ വ്യക്തമായി പറയുന്നു. രോഗ ആരംഭം മനസ്സിലാണ്. മനോമയമിതം സർവം. ആ മനസ്സിൽ നിന്ന് രോഗം പ്രാണനിലേക്കും, പ്രാണനിൽ നിന്ന് ശരീരത്തിലേക്കും, മാറ്ററിലേക്കും പെർമിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ആണ് നമുക്ക് ഈ രോഗപീഠ അനുഭവപ്പെടുന്നത്. എന്നാൽ ആ പീഡയിൽ നിന്ന് മനസ്സിനെ നിയന്ത്രിച്ചാൽ അതിന് കൃത്യമായ സാധന വേണം. ആ സാധനയിലൂടെ നമുക്ക് ഈ രോഗ ദുഃഖത്തിൻ്റെ മറുവശമായ സുഖത്തെ കണ്ടെത്താൻ കഴിയും. എന്നാൽ തപസ് എന്നൊരു വാക്ക് നമുക്കില്ലേ? ആ തപസ്സിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ തപിപ്പിക്കുക എന്നാണ് തപസ് എന്ന വാക്കിൻ്റെ അർത്ഥം. നമുക്ക് കുറച്ച് വിത്ത് എടുത്തിട്ട് എവിടെയെങ്കിലും ഇട്ടിരുന്നാൽ എത്ര കാലം വേണമെങ്കിലും ആ വിത്ത് മണ്ണിൽ അടിയിൽ ഒരു ഹൈബർനേഷനിൽ കിടക്കും. അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ വിത്ത് മുളയ്ക്കും, ശരിയല്ലേ? എൻ്റെ ഒരു അനുഭവം, ഞാൻ ഒമാനിലായിരിക്കുമ്പോൾ ആദ്യം 89-ലാണ് ഞാൻ പോകുന്നത്. അന്ന് അവിടെ വലിയ ഡെവലപ്മെൻ്റ് ഒന്നും വരാത്ത ഒരുപാട് ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കാറിൽ വെറുതെ ഇങ്ങനെ മരുഭൂമി കാണാൻ പോകും. അപ്പോൾ കൂടുതലും മസ്കറ്റ് ഏരിയയിൽ മരുഭൂമി കുറവാണ്, മൊട്ട കുന്നുകളാണ്, പാറകൾ മാത്രമുള്ള കുന്നുകൾ. ഇടയ്ക്കിടയ്ക്ക് ചില ഈ മുൾച്ചെടികളുണ്ട്, കടുത്ത മുള്ളുകളുള്ളത്, അല്ലാതെ അവിടെ വേറൊന്നുമില്ല. പക്ഷേ അവിടെ സുൽത്താൻ വളരെ താല്പര്യപൂർവ്വം ഒരുപാട് പച്ചപ്പ് വച്ച് പിടിപ്പിച്ചു. പിന്നീട് ഞാൻ കുറച്ചൊരു 5-10 കൊല്ലം കഴിയുമ്പോഴാണ് വളരെ പെട്ടെന്ന് അവിടെ കൂടുതലങ്ങ് പച്ചപ്പായി. അതിൻ്റെ നേതൃത്വം കൊടുത്ത പോലും ഒരു സർദാർജിയാണ്. ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് ഈ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡെപ്യൂട്ടേഷനിലേക്കാണ് അവിടെ അദ്ദേഹത്തെ കൊണ്ടുപോയത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അതെല്ലാം ചെയ്തത്. എന്നിട്ട് ഈ പച്ചപ്പ് കൂടുമ്പോൾ പ്രകൃതിയുടെ പ്രത്യേകത, ഇതിനെ പെട്ടെന്ന് കൊല്ലാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ മഴ കൊടുക്കാൻ പ്രകൃതി ബാധ്യസ്ഥമാകും. അപ്പോൾ അവിടെ ഫ്രീക്വൻ്റായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു സമയത്ത് ഒരു 2 ആഴ്ചയോളം ഇടയ്ക്കിടയ്ക്ക് അവിടെ മസ്കറ്റിൽ മഴ പെയ്തു. ആ മഴ പെയ്തതിന് ശേഷം ഞാൻ ഈ മുട്ട കുന്നായിരുന്ന സ്ഥലത്തൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ അതൊന്ന് കാണേണ്ട കാഴ്ചയായിരുന്നു. ആ ചെറിയ ചെറിയ പച്ചപ്പുകൾ, ആ മലകൾ മുഴുവൻ. അപ്പോൾ ഇത്രയും കാലം ഈ മണ്ണിനടിയിൽ പച്ചപ്പിൻ്റെ ആ ഒരു സാധ്യത ഇങ്ങനെ മറഞ്ഞു കിടന്നു. അവിടെ ഇടവിട്ട് മഴ പെയ്തപ്പോൾ ഈ പച്ചപ്പ് പുറത്തേക്ക് വന്നു, ഇല്ലേ? അതിനർത്ഥം ജീവൻ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ നാം ഈ മണ്ണിലിടുന്ന ആ വിത്ത് ഒരു വറച്ചട്ടിയിലിട്ട് വറക്കണം, നന്നായിട്ട് വറുത്തിട്ട് നിങ്ങൾ ഭൂമിയിലിട്ടേക്ക്. എന്നെങ്കിലും അതിന് കിളുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിനകത്ത് ശേഖരിച്ചിരിക്കുന്ന ആ ജീവനെ, പൂർവ്വജന്മാർജിതമായ ഒരു ത്വര, ജീവിക്കാനുള്ള, കിളിർക്കാനുള്ള ഒരു ത്വര അവിടെ നഷ്ടപ്പെട്ടു, ദഹിപ്പിച്ച് കളഞ്ഞു. ഇതുപോലെ നമ്മുടെ ശരീര ഊഷ്മാവിനെ തപിപ്പിച്ചാൽ നമ്മുടെ പൂർവ്വജന്മാർജിതമായ കർമ്മബന്ധങ്ങളെ നമുക്ക് ദഹിപ്പിക്കാൻ പറ്റും യോഗാഗ്നിയിൽ. അങ്ങനെ ദഹിപ്പിച്ചാൽ നമ്മുടെ ഈ സുഖവും ദുഃഖവും നമുക്ക് ബാധിക്കാത്തൊരവസ്ഥ വരും. അപ്പോൾ എന്നാ ചോദിക്കും, സുഖമില്ലെങ്കിൽ പിന്നെ എന്തിനാ ജീവിക്കുന്നത്? സുഖത്തിനും ദുഃഖത്തിനും അപ്പുറം ഒരു ലഹരിയുണ്ട്. അതിനെയാണ് ആത്മലഹരി
എന്ന് പറയുന്നത്. ഭഗവത്ഗീത സമശത്രൗച മിത്രൗച, ശത്രുവിനെയും മിത്രത്തെയും കടന്നു പോകുന്നു. തഥാ അതുപോലെ മാന അപമാനം, മാനവുമില്ല അപമാനവുമില്ല, ശീത ഉഷ്ണ, തണുപ്പുമില്ല ചൂടുമില്ല, സുഖ ദുഃഖ, സുഖവുമില്ല ദുഃഖവുമില്ല, സമസംഗവിവർജിത, നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയും. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ തപിപ്പിച്ചെടുത്താൽ ഈ പൂർവജന്മാർജിതം എന്ന് പറയുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ ഈ സംശയം നമുക്കില്ലാതാകും. അപ്പോൾ ഈ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ വ്യക്തിത്വങ്ങളുണ്ടല്ലോ, ചിലർ ഭയങ്കര സുഖിമാന്മാരായ, എല്ലാവർക്കും എല്ലാ സുഖവും ഉണ്ടെന്ന് പറയും. പക്ഷെ ആ സുഖത്തിൻ്റെ പിന്നിലുള്ള ദുഃഖത്തെ നാം കാണുന്നില്ല എന്നേ ഉള്ളൂ. അതുപോലെ ദുഃഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നു, ചില സമയത്ത് നമുക്കുണ്ടാവും. പക്ഷെ അവിടെയൊക്കെ നമുക്ക് പറയാൻ പറ്റും, ഈ ദുഃഖം സ്ഥായി ഭാവം ഉള്ളതല്ല, ഈ ദുഃഖത്തിനപ്പുറം ഒരു സുഖമുണ്ട്. നല്ല സുഖം വരുമ്പോൾ എൻ്റെ അമ്മ പറയും, കൂടുതൽ ചിരിക്കണ്ട, കരയും. അതിനർത്ഥം ആ സുഖത്തിൻ്റെ പിന്നാലെ ഒരു ദുഃഖം. ശ്രീദേവിക്ക് കൂടെ ഒരു മൂദേവിയും, മൂദേവിയുടെ കൂടെ ഒരു ശ്രീദേവിയും ഉണ്ട് എന്ന സത്യം മനസ്സിലാക്കലാണ് ഈ തരം ജീവിത പ്രതിബന്ധങ്ങളെ നേരിടാനുള്ള മാർഗം. കർമ്മഫലത്തെയും രോഗങ്ങളെയും കുറിച്ച് ഗുരുജി പങ്കുവച്ച അറിവുകൾ ഉപയോഗപ്രദമാണെന്ന് കരുതുന്നു. അറിവും അത്ഭുതവും തേടിയുള്ള യാത്ര തുടരും. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമസ്തേ. കാലം മറച്ചുപിടിച്ച ഭാരതീയ പൈതൃകത്തിന്റെ വിസ്മയങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം വരും തലമുറയ്ക്കായി നമ്മുടെ പൗരാണിക അറിവുകളുടെ ആഴം വെളിപ്പെടുത്തുകയാണ് ഭരതം എന്ന ഈ പരമ്പരയിലൂടെ. ഈ ശ്രമത്തിൽ പങ്കാളികളാകാൻ ഇന്റിമസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ ഊർജം.